ഒരാൾ പ്രേമിച്ചു. ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓൻകൊണ്ട് റീചാർജ്, പിന്നെ ഓളെ വിളിക്കണം, രാത്രിക്കത്തെ ഉറക്കം, ഇതൊക്കെ പോകും. വെറുതെ നമുക്ക് ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നടന്നു പോകാം. സ്വന്തം ഒരാളെ കണ്ടുപിടിച്ച് അതിനെ ഞാൻ പ്രണയത്തിനോട് താല്പര്യം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആളെ മനസ്സിലാക്കി സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അതിന് നമുക്ക് ഓർമ്മ പോലും ഇല്ല. ഐ മീൻ ഇപ്പൊ ഈ 7 ദിവസം ഉണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേലുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഫെബ്രുവരി വരുന്നു പോകുന്നു, സാധാരണ ഒരു മാസം പോലെ. പണ്ടൊക്കെ എങ്ങനെയാ ഫോണില് കാര്യങ്ങളില്ല, ഒന്ന് കാണാതെ തന്നെ മാസങ്ങൾ കൂടുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോ അതിലൊരു ഇതുണ്ട്, സിൻസിയറിറ്റി ഉണ്ട്, വിശ്വാസം ഉണ്ട്. അപ്പൊ അതിനൊരു ട്രസ്റ്റിൽ ഒന്നുമില്ല പ്രണയത്തിൽ. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വാലന്റൈൻസ് ഡേ എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ഒരു അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. വിഷമമുണ്ടോ? നിങ്ങൾ വിഷമം വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ പറയുകയാണ് അത്രേ ഉള്ളൂ. പ്രണയിക്കണം, നല്ലൊരു പ്രണയം ആസ്വദിക്കണം, അറിയണമെന്നുണ്ട്. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള ഒരു മാസം ഫെബ്രുവരി മാസം. ലോകമെമ്പാടും ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയാണ്. പ്രത്യക്ഷത്തിലല്ലെങ്കിൽ പരോക്ഷമായി പ്രണയത്തിന് പണ്ട് കാലത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പ്രണയത്തോടുള്ള കാഴ്ചപ്പാടും പലർക്കും മാറിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചിന്തിക്കുന്നത് പോലെയല്ല പണ്ട് ചിന്തിച്ചിരുന്നത്. എന്താണ് പ്രണയത്തെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം എന്ന് നമുക്ക് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം. ഞാനിപ്പോൾ ഉള്ളത് കേരളവർമ്മ കോളേജിലാണ്. ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട് തന്നെ നമുക്ക് പ്രണയത്തെക്കുറിച്ചും അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും ചോദിച്ചറിയാം. പ്രത്യേകിച്ച് ആവശ്യം ഓരോരുത്തരുടെ പ്രിഫറൻസ് അല്ലേ, ആഘോഷിക്കേണ്ട ആൾക്കാർ ചെയ്തോട്ടെ, അല്ലാത്തവര് നോക്കണ്ട, വിട്ടേക്ക്. സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വാലന്റൈൻസ് ഡേ എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ഒരു അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. സാധാരണ കപ്പിൾസ് ആയ ആൾക്കാരെ നോക്കുന്നു, നമ്മൾ സങ്കടപ്പെടും. വിഷമമുണ്ടോ? നിങ്ങൾ വിഷമം വലിയ വിഷമമൊന്നുമില്ല, പക്ഷെ പറയുകയാണ് അത്രേ ഉള്ളൂ. പ്രണയിതാക്കൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ വേണമെന്നുണ്ടോ? എല്ലാ ദിവസവും ഒരു പ്രണയിക്കുക തന്നെയല്ലേ? അതല്ല, വെച്ചോട്ടെ, എല്ലാവർക്കും ഉണ്ടല്ലോ. അതിപ്പോ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേ ഒക്കെ എല്ലാ ദിവസവും അവരതൊക്കെ തന്നെ അല്ലേ, പ്രത്യേകിച്ച് ഒരു ദിവസം. ഇന്നത്തെ കാലത്തെ പ്രണയവും പണ്ടത്തെ കാലത്തെ പ്രണയമൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ ഒരു നോട്ടം മാത്രം മതി പ്രണയിക്കാൻ. പണ്ടത്തെ ഇന്നത്തേന്നൊന്നുമില്ല. ആ സമയത്ത് ഇതുപോലത്തെ ആൾക്കാരുണ്ട്, ഇപ്പോഴും ഇങ്ങനത്തെ അല്ലാത്ത സംഭവങ്ങളുണ്ട്. എന്നാ ഇപ്പൊ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലേ? അങ്ങനെ സിൻസിയർ ആയിട്ടുള്ളവരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അതിപ്പോ എല്ലാ ടൈമിലും ഇല്ലേ, ഇപ്പൊ മാത്രമുള്ള കാര്യമൊന്നുമല്ല. പണ്ട് നമുക്ക് പ്രണയത്തെ പ്രണയം മാത്രം അറിയുന്നില്ല എന്നല്ലേ ഉള്ളൂ. അതൊക്കെ അത്രയുള്ള വ്യത്യാസം. വേറെ കാലത്തിന്റേതായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ രീതിക്കൊക്കെ ഉണ്ടാവാം, പക്ഷെ അതെല്ലാം മാറുന്നില്ലേ, അതിന്റെ കൂട്ടത്തിൽ ഇതും മാറുന്നുണ്ട്. ഈ പ്രണയിച്ച് കല്യാണം കഴിക്കാനാണോ അതല്ലാണ്ട് ഒരു അറേഞ്ച് മാരേജ് ആണോ ഒരു താല്പര്യം? പ്രണയിച്ച് കല്യാണം കഴിക്കാം, അല്ലേ? അതെ, അപ്പൊ പ്രണയിക്കാൻ താല്പര്യമുണ്ട്. താല്പര്യം ഇല്ലായ്മയൊന്നുമില്ല, പക്ഷെ സമയമാവട്ടെ വരട്ടെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരു പ്രണയത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്ന ഒരു കാര്യം ഗ്രീഷ്മയുടെ ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് ആ ഒരു പയ്യന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് തിരിച്ച് അവരെ ജസ്റ്റിഫൈ ചെയ്യല്ല, ഇത് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണമെന്നോ ഒന്നും അല്ല. അത് പ്രണയത്തെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ടോട്ടലി പ്രണയത്തെ നോക്കുമ്പോൾ അങ്ങനെ ഇപ്പൊ ചീറ്റ് ചെയ്തിട്ട് കൊല്ലുന്നത് നോക്കുന്നതൊക്കെ ആദ്യമുള്ളതാണ്. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവും തോന്നില്ല. ഇതൊക്കെ നോർമലി അല്ല, കാലങ്ങളായിട്ട് ഓരോരോ ഇൻസിഡൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിന്റെയും ഭാഗമായിട്ട് പോകുന്നത് പലരും അറിയുന്നില്ല എന്നാണ്. എന്താണ് പ്രണയത്തെ കുറിച്ചുള്ള അഭിപ്രായം? നല്ല അഭിപ്രായം. കമ്മിറ്റഡ് ആണ്? അതെ. എന്താണ് കമ്മിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ഫെബ്രുവരിയിലെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ? അല്ല, ഞാനിങ്ങനെ വാലന്റൈൻസ് ഡേ ഭയങ്കരമായിട്ട് ആഘോഷിക്കാറില്ല. അതങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി പ്രത്യേകത ഒരു ദിവസം വേണമെന്ന് എനിക്കങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. അല്ല, അത് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ എനിക്കങ്ങനെ തോന്നുന്നില്ല ഈ ഒരു ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക ദിവസം. നമ്മൾ ഇന്നും സ്നേഹിക്കുന്നതാണല്ലോ. ഈ ഗ്രീഷ്മയുടെ ഒരു കാര്യം പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? അതിപ്പോ നേഹ പറഞ്ഞ പോലെ രണ്ട് സൈഡിൽ നിന്നുണ്ടല്ലോ, ആണുങ്ങളും ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. അതൊരു ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കായിട്ട് ഭയങ്കരമായിട്ട് എടുത്ത് ചോദിക്കണമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം രണ്ട് സൈഡിൽ നിന്നുണ്ടോ, ആണുങ്ങളും ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. പ്രണയത്തിന്റെ പേരിൽ പ്രണയത്തിൽ പെട്ടിട്ട ഒരു അവസ്ഥയിലാണ് ഗ്രീഷ്മ ഇങ്ങനെ ഒരു അവസ്ഥ ചെയ്യുന്നത്. അപ്പൊ പ്രണയത്തെ അത് എത്രമാത്രം ഇന്നത്തെ കാലത്ത് ബാധിച്ചിട്ടുണ്ട്? പല ആൺകുട്ടികളോട് ചോദിക്കുമ്പോഴും അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ശരിക്കും പ്രണയത്തിലായിരുന്നെങ്കിൽ ഗ്രീഷ്മ അത് ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് പ്രണയം അതിൽ വരുന്നുണ്ടോന്ന് എനിക്ക് തോന്നണില്ല. ഗ്രീഷ്മ പ്രണയിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ ചെയ്യുന്നു എനിക്ക് തോന്നണില്ല. അറേഞ്ച് ആണെങ്കിൽ അറേഞ്ച്ഡ്, അങ്ങനെ പ്രത്യേകിച്ച് പ്രണയ വിവാഹം തന്നെ വേണം അങ്ങനെയൊന്നും
ഇന്നത്തെ കാലത്ത് അറേഞ്ച് മാരേജ് കഴിച്ചിട്ട് പല പെൺകുട്ടികളും വീട്ടിൽ സ്ത്രീധനം നൽകിയില്ല, കാറ് നൽകിയില്ല, സൗന്ദര്യം കുറഞ്ഞു പോയി, ജോലി കുറഞ്ഞു പോയി, ഈ അടുത്ത് തന്നെ പലരും ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനാണ് കൂടുതലും താല്പര്യം. കല്യാണമേ വേണ്ട എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. എന്താണ് അതിനോടുള്ളൊരു അഭിപ്രായം? അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കും ഏതൊരാൾക്കായാലും അങ്ങനെ തോന്നും. ഏറ്റവും നല്ലത് ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. അപ്പോൾ കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ട്, നമുക്ക് അതിൻ്റെ ഒരു ഇതിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഫെബ്രുവരി മാസമാണ്, വാലന്റൈൻസ് ഡേ മാസമാണ്. അപ്പോൾ പ്രണയിതാക്കൾക്കുള്ള ഒരു ദിവസങ്ങളാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ കമ്മിറ്റഡ് ആണോ? അതെന്താണ് കമ്മിറ്റഡ് അല്ലാത്തത്? ഇഷ്ടപ്പെട്ട ആളെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടാണോ? എങ്ങനെയുള്ള ആളാണ്? സങ്കല്പങ്ങൾ എങ്ങനെയാണ്? പിന്നെ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്? ശരീരം അതൊക്കെ ഇവിടെ പറയണ്ടായിരുന്നു. അല്ല, ഇന്നത്തെ കാലത്തെ പ്രണയവും പണ്ടത്തെ കാലത്തെ പ്രണയമൊക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. പക്ഷെ പണ്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി പ്രണയമാണ് അല്ലേ. ഇന്നത്തെ കാലത്ത് സിറ്റുവേഷൻഷിപ്പ് ആണ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് ആണ്. ചേച്ചിയോട് അങ്ങനെ ചോദിക്കരുത്. അപ്പൊ എന്താണ് അഭിപ്രായം? ഇന്നത്തെ പ്രണയമാണോ പണ്ടത്തെ പ്രണയമാണോ നല്ലത്? എന്താണ് അതില് സ്പെഷ്യാലിറ്റി ഉള്ളത് പണ്ടത്തെ പ്രണയത്തില്? ഇപ്പൊ എന്നിട്ട് ഒന്ന് ഫോൺ വിളിയും കാര്യങ്ങളും അത് ഒന്ന് കുറഞ്ഞ അപ്പൊ തല്ലുകൂട്ടാം 24 നമുക്ക് വിളിച്ചിരിക്കണം. പണ്ടൊക്കെ എങ്ങനെയാ ഫോണിൽ കാര്യങ്ങളില്ല, ഒന്ന് കാണാതെ തന്നെ മാസങ്ങൾ കൂടുമ്പോ അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുമ്പോ അതിലൊരു ഇതുണ്ട്, സിൻസിയറിറ്റി ഉണ്ട്, വിശ്വാസം ഉണ്ട്. അതിനൊരു ട്രസ്റ്റിൽ ഒന്നുമില്ല ഇപ്പോഴത്തെ പ്രണയത്തിൽ. അപ്പൊ ഈ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പ്രണയിക്കണേലും മുമ്പ് ഒരാളെ കണ്ടെത്താൻ പറ്റും, അത് പ്രണയത്തിന് ശേഷം കണ്ടെത്താൻ പറ്റുന്നതാണോ? പ്രണയത്തിന് ശേഷം പ്രണയത്തിന് മുമ്പ് ഇങ്ങനെ അറിയാം. ഇയാള് പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടീനെ എങ്ങനെയാണ് കണ്ടെത്തുക? എന്താണ് അതിലൊരു ക്വാളിറ്റി നോക്കുക? ക്വാളിറ്റി ചോദിക്കുമ്പോ എങ്ങനെയാണ്, എങ്ങനത്തെ കുട്ടികളാണ് ഇഷ്ടപ്പെടാറ്? സ്വഭാവം, ക്യാരക്ടർ? ക്യാരക്ടർ നോക്കിയിട്ടല്ല, ഭംഗി നോക്കിയിട്ട് പ്രണയിച്ചിട്ട് കാര്യം. ഇപ്പൊ ക്യാരക്ടർ നോക്കി പ്രണയിച്ചു കഴിഞ്ഞിട്ടും ഇപ്പൊ ഗ്രീഷ്മയുടെ കാര്യം അറിയാലോ, ക്യാരക്ടർ നോക്കി പ്രണയിച്ചതായിരിക്കാം, പ്രണയിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ആ ഒരു ഷാരോൺ ഉണ്ടാവണേ. അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അപ്പൊ അവൻ ഷാരോൺ ക്യാരക്ടർ നോക്കി പ്രണയിക്കാത്തതിന്റെ ആണോ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് തോന്നണേ? ആള് സിൻസിയർ ആയിട്ട് നിന്നു, പക്ഷെ ആ പെണ്ണ് ചെയ്ത് തെണ്ടിത്തരായി. അല്ലാണ്ട് പറയാ. അപ്പൊ ഷാരോൺ സെലക്ട് ചെയ്തതിന്റെ കുഴപ്പമാണെന്നാണോ? സെലക്ട് ചെയ്തതിന്റെ അല്ല, അത് കഴിഞ്ഞിട്ട് അമിതമായി വിശ്വസിച്ച് പോയുള്ള അപ്പൊ ഇന്നത്തെ കാലത്തെ പ്രണയത്തില് ഒരു ജ്യൂസ് കിട്ടിയ പേടിക്കണ ആൾക്കാരാണോ നിങ്ങളൊക്കെ? അങ്ങനെയല്ല. കാരണം ഇപ്പൊ 2 കൊല്ലം 3 കൊല്ലം റിലേഷൻഷിപ്പ് പോയിട്ട് പെട്ടെന്ന് വലിയ സുഖം ഉണ്ടാവില്ല പൊതുവെ ആമ്പിള്ളേർക്ക്. ആമ്പിള്ളേർക്ക് മാത്രല്ല. പ്രണയം ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? അതിപ്പോ ഇല്ലാത്തതാണോ? പ്രണയമേ ഇല്ല. പ്രണയിക്കാൻ താല്പര്യമുണ്ടോ? ഒന്നുമില്ല. എന്താണ്, എല്ലാവർക്കും ഉള്ള ഒരു വികാരല്ലേ? പ്രണയിക്കുന്ന ആൾക്കാരുടെ ഒരു മാസമാണ് ഫെബ്രുവരി മാസം. ഒരു വാലന്റൈൻസ് ഡേ വീക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേഷൻ, താങ്കളുടെ ഒരു വാലന്റൈൻസ് സെലിബ്രേഷൻ? പ്രത്യേകിച്ചൊന്നുമില്ല, വീട്ടില് ഇരിക്കുന്നു, കിടന്നുറങ്ങുന്നു, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രണയ സങ്കല്പങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്ന് വെച്ചാൽ പണ്ടത്തെ പ്രണയം ഇന്നത്തെ പ്രണയമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രണയമാണ് അല്ലേ? ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് അങ്ങോട്ട് കൂടി സംസാരിക്കുന്നത് മാത്രം. അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ആണ് നോക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് ഈ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ? എന്താണ് സെലിബ്രേഷൻ? എന്താണ് പ്ലാൻ? പ്രത്യേകിച്ച് അതിനായിട്ടൊരു ദിവസങ്ങളും കാര്യങ്ങളും ഓക്കെ ഉള്ളവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഡേ സെലിബ്രേറ്റ് ചെയ്തു. നമുക്ക് ആ ഭാഗത്തോട്ട് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ വർക്ക് ചെയ്യുക. അങ്ങനെ ഒരു ദിവസം പ്രണയിക്കുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ടൊരു ദിവസം വേണമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിന്റെ ആവശ്യകതയുണ്ടോ? അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ എല്ലാ ഡേയ്സും കാര്യങ്ങളും വരുന്നെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ലവേഴ്സിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ഡേ അവർ സ്പെഷ്യലായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷെ അത് ലൈക്ക് ഉള്ള ലവ് ഉള്ളിലുണ്ടല്ലോ, അതങ്ങനെ മതി. പക്ഷെ അതിനായിട്ടൊരു ഡേ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലൈക്ക് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളിലും എല്ലാത്തിനും എല്ലാ സെലിബ്രേഷനും ക്യാൻസർ ആയ പോലും മറ്റു യൗവനായ പോലും എല്ലാത്തിനും നമ്മൾ ഓരോ ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ലവ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സോ അതിനായിട്ടൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലവ് ചെയ്യുന്നതും ലവ് ചെയ്യപ്പെടുന്നതും വലിയ കാര്യമാണ്. അത് അത്യാവശ്യം നമ്മൾ ടു ബി ലവ്ഡ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പ്രണയിക്കപ്പെടുക എന്നുള്ളതും പ്രണയിക്കുന്നതും വലിയൊരു കാര്യമാണ്. സോ ഇറ്റ്സ് ബിഗ് ഗുഡ്, നല്ലൊരു കാര്യമാണ്. പ്രണയിക്കുന്നവർ പ്രണയിച്ചോട്ടെ, എല്ലാത്തിനും ഒരു ദിവസം ഉണ്ടല്ലോ. കല്യാണം കഴിഞ്ഞവർക്കായാലും ആനിവേഴ്സറി ഒക്കെ ഉണ്ടാവില്ല, അപ്പോൾ പ്രണയിക്കുന്നവർക്കും ഇതായിക്കോട്ടെ. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഓരോരുത്തരും പറയാ പേഴ്സണൽ ഒപ്പീനിയൻ. ഇപ്പോൾ
സംസ്കാരം ഉണ്ടാവുമല്ലോ. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ ഓരോരുത്തർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ സിറ്റുവേഷൻസ് ഇപ്പൊ അങ്ങനെ കാര്യങ്ങൾ യൂസ് ചെയ്യണ പോലെ ഒരു നല്ലതാന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും. എന്നാലും നമ്മുടെ സംസ്കാരത്തിന് പുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതിൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്താ പറയാ, റിലേഷൻഷിപ്പ് നല്ലത് തന്നെയാണ്. ഒരിക്കലും എന്താ പറയാ മോശം എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഒരാളെ സ്നേഹിക്കണതോ ഇഷ്ടപ്പെടുന്നതോ ഒരിക്കലും മോശമായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. ആത്മാർത്ഥ പ്രണയം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പൊ കൂടുതലും ഇല്ലെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവർക്കൊക്കെ ഒന്ന് ആഘോഷിച്ചോട്ടെ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പിള്ളേർ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേലുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഫെബ്രുവരി വരുന്നു പോകുന്നു, സാധാരണ ഒരു മാസം പോലെയാണ്. അപ്പൊ കാലത്തിന്റേതായ ഒരു മാറ്റം പ്രണയത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പല്ലേ, കാലത്തിൻ്റെതായ മാറ്റം എല്ലാ മനുഷ്യരിലും വന്നിട്ടുണ്ട്. പ്രണയത്തിൽ മാത്രമല്ല സകലത്തിലും വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇനിയിപ്പോ കാലം മാറും തോറും പ്രണയത്തിനും പല പല വ്യാഖ്യാനങ്ങൾ വരുന്നുള്ളത് തീർച്ചയാണ്. പണ്ട് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പഴയ എഴുത്തുകാരുടെ ബുക്കുകളും ഇപ്പോഴത്തെ എഴുത്തുകാരുടെ ബുക്കുകളും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രണയത്തിൻ്റെ ഒരു അഗാധ ഒരു ആഴമായിട്ടുള്ള രീതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടെന്ന് പറയുന്നത് ആ ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്ന, എന്താ പറയുക, ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇട്ടെറിഞ്ഞു വരാതെ ഇപ്പോഴും ജീവിതകാലം മുഴുവൻ അത് മുന്നോട്ട് കൊണ്ട് നടക്കുന്ന, അവിടെ സ്റ്റെക്കായി പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒന്ന് കഴിഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ ആത്മാർത്ഥ പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രണയം എന്ന് പറഞ്ഞത് ഒരാളുടെ വ്യക്തി താല്പര്യമല്ലേ. അവർക്ക് ഓരോരുത്തർ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം. എന്താണ് പ്രണയ സങ്കല്പം? അങ്ങനെയൊക്കെ ചോദിച്ചാല് പെണ്ണാവണം. അത് വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. നല്ലൊരു സ്വഭാവം, നല്ലൊരു സ്വഭാവം ഉണ്ടായാൽ മതി. അതിപ്പം വിധി പോലെ ഇരിക്കില്ല. വിധി പോലെ ഇരിക്കും. എങ്ങനെയാണ് ആള് വരികയെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രണയിക്കണ വേറെ ഇന്ന സ്വഭാവം, പ്രണയിച്ച് കഴിഞ്ഞിട്ട് വേറെ സ്വഭാവം, അങ്ങനെയുള്ള സിറ്റുവേഷൻ കുറെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കൂട്ടത്തിൽ നടക്കുമ്പോൾ കുറെ അങ്ങനത്തെ കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ നല്ലതും കേൾക്കാറുണ്ട്. ഇത്ര കുറെ 7-8 വർഷം നല്ലപോലെ പ്രണയിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നവരും കേൾക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് കിട്ടുന്ന ഭാഗ്യം വിധിയൊക്കെ അനുസരിച്ചിരിക്കും. സ്വന്തം ഒരാളെ കണ്ടുപിടിച്ച് അതിനെ ഞാൻ പ്രണയത്തിനോട് താല്പര്യം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ആളെ മനസ്സിലാക്കി സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഇതാക്കുള്ളൂ. അവിടെ സ്ത്രീധനത്തിന്റെ കുറവാണല്ലോ. തമ്മിൽ ഇഷ്ടപ്പെട്ട് സ്ത്രീധനത്തിന്റെ കാര്യങ്ങൾ കുറവാണ്. ആവശ്യമില്ല. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജിനോടാണോ താല്പര്യം? മാരേജിനോട് താല്പര്യമില്ല. മാരേജിനോടെ താല്പര്യമില്ല. പ്രണയിക്കാൻ താല്പര്യമുണ്ടോ? ഓക്കെ, ഉണ്ട്. പ്രണയിക്കാം, റിലേഷൻഷിപ്പ് കാര്യങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷെ മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനോട് താല്പര്യമില്ല. എന്തുകൊണ്ടാണ്? മാരേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാരേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ സൊസൈറ്റി കാര്യങ്ങൾ, ഫാമിലീസ്, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അങ്ങനത്തെ ഒരു കാര്യത്തിനോട് താല്പര്യമില്ല. എനിക്കൊരു പേഴ്സൺ ടു പേഴ്സൺ ഒരു ട്രസ്റ്റ് കാര്യങ്ങളോടാണ് താല്പര്യം. അതിപ്പോൾ നമ്മുടെ വർക്കായാലും കാര്യങ്ങളാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളായാലും അതിലോട് ഇഷ്ടപ്പെട്ടിട്ട് ആ ജേണിയിൽ കൂടെ പോകുന്ന ഒരാൾ, അതിൻ്റെ അപ്പുറത്തേക്ക് 2 ഫാമിലീസിനൊപ്പം നിർത്തുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ മൊത്തം അറിയിച്ചുകൊണ്ട് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകുക, ഒരു മാരേജ് ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു കോൺസെപ്റ്റിനോട് താല്പര്യമില്ല. പ്രണയിക്കാൻ പോകുന്നവർക്കും പ്രണയിക്കുന്നവർക്കും എന്താണ് ഒരു മെസ്സേജ് കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്യാം? ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ എപ്പോഴും ട്രസ്റ്റഡ് ആയിരിക്കുക. റിലേഷൻഷിപ്പ്, നമ്മളൊരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ ഫൈൻഡ് ചെയ്യുന്ന പേഴ്സണായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും നോക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അട്രാക്ഷനും എഫെക്ഷൻ്റെയും പിന്നാലെ പോവാതിരിക്കുക. ആൻഡ് അതൊരു ലിമിറ്റഡ് ടൈമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ത്രൂ ഔട്ട് ഒരു ലൈഫ് ജേർണിയിൽ വേണ്ട ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിച്ച് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പാർട്ണർ ആണെങ്കിൽ മാത്രം ആ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാം. പ്രണയത്തിൽ നിന്നുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ചതികളും വഞ്ചനകളും ചെയ്യുന്നവർ ഇന്നത്തെ ഒരു കാലത്ത് ഒരു അധികമാണ്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമുക്ക് ഗ്രീഷ്മ. അതെ, അറിയാലേ. എന്താണ് ആ ഒരു പ്രണയത്തിൽ ആ ഒരു കാഴ്ചപ്പാടിനോട് പറയുന്നത്? ഗ്രീഷ്മയ്ക്ക് അവിടെ പ്രണയം ഉണ്ടായിരുന്നോ? അതങ്ങനെ ഒരു ആത്മാർത്ഥ പ്രണയം ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു മനുഷ്യനെ കൊല്ലാന്ന് പറയുന്ന ഏറ്റവും അത്രയും ക്രൂരമായിട്ടുള്ള മനസ്സിനുടമയാണെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കായാലും ഒരു ജീവിയായാൽ പോലും പട്ടി, ഇപ്പൊ അതിനെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന്റെ വേദനകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വിഷമം. അതുപോലെ ഇല്ലാത്തവരെന്ന് പറയുന്നത് എത്രത്തോളം ഈജായിട്ടുള്ള പ്രവൃത്തിയാണ്. അങ്ങനെയുള്ളവരുണ്ട്. പ്രണയിക്കണം, നല്ലൊരു പ്രണയം ആസ്വദിക്കണം, അറിയണമെന്നുണ്ട്. ഒരു മനുഷ്യനെ അറിഞ്ഞ് കല്യാണം കഴിക്കണം, അല്ലാതെ വെറുതെ കണ്ട് എന്താ പറയാ പരസ്പരമായിട്ടുള്ള മനസ്സിലാക്കലുകൾ ഇല്ലാതെ ആവുമ്പോൾ മനുഷ്യന് സ്വാർത്ഥനാകുന്നതിനനുസരിച്ചിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സ്ത്രീധനം കുറവാണ്, കുട്ടിക്ക് വിദ്യാഭ്യാസമില്ല, കുട്ടിക്ക് ജോലിയില്ല, സൗന്ദര്യം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ പല പെൺകുട്ടികളും ഇന്ന് ഭർതൃഗൃഹത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണ് പ്രണയത്തെ കുറിച്ചുള്ള ഒരു? അവിടെയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ എപ്പോഴും ഈ ആത്മഹത്യ ചെയ്യുന്നവരെ തന്നെ പറയുള്ളൂ. കാരണം എത്രത്തോളം മാനസിക പീഡനങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടി അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാന്ന് പറയുന്നത് വലിയൊരു ഫോൾട്ട് തന്നെയാണ്. എന്തൊക്കെയാണ് വാലന്റൈൻസ് ഡേ വീക്കിലെ സിംഗിൾസിന്റെ ഒരു പ്ലാൻ? എന്തെങ്കിലും പ്രത്യേകിച്ച് വല്ല പരിപാടികളുണ്ടോ? അത് നോർമൽ ദിവസം പോലെയാണ്? സാദേശം പോലെ രാവിലെ ഇരിക്കുന്നു, കോളേജിൽ കയറുന്നു, വീട്ടിൽ പോകണു, കഥ തുടങ്ങുന്നു, പിറ്റേഴ്സും വരുന്നു. അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രണയിച്ച് വഞ്ചിക്കപ്പെടുന്നവരുണ്ടല്ലോ. കേട്ട് കാണുമല്ലോ ഗ്രീഷ്മ, വളരെ ഓ പ്രേമിച്ചു, ഓ അനുഭവിച്ചു, അവിടെ തീർന്നു. ഞാൻ പൈല് പറഞ്ഞിട്ട കാര്യം അതിൽ വിധി വന്നപ്പോ സന്തോഷമുണ്ടോ? വിധിയിൽ എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഓല പ്രേമം, ഓല് ഉണ്ടാക്കിയ കാര്യങ്ങൾ നമുക്ക് അതിൽ പ്രത്യേകിച്ചൊന്നും പറയാല്ല. പിന്നെ വിധിയൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തു, ഓള് ചെയ്തതിനുള്ളത് ഓൾ അനുഭവിച്ചു, അത്ര തന്നെ. അവൻ്റെ വീട്ടുകാർക്കും അവർക്കൊക്കെ ഒരിത്. അപ്പോൾ ശരിക്കും അവൾക്കൊരു ഗിൽട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രേമം ഉണ്ടെന്ന് പറയുന്നത് അതിലങ്ങനെയൊന്നും കാണാനില്ല. ഇന്ന് കാലത്ത് ഇപ്പോൾ പണ്ടത്തെ മാതിരി അല്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ അറിയുന്നു, കാരണം സോഷ്യൽ മീഡിയയിൽ മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ആവുകയാണ്. അപ്പോൾ ഇതിലൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് നടന്നാലും അറിയില്ല ഇങ്ങനെയുള്ളത്. ഇന്ന് കാലത്ത് ഇപ്പോൾ അത് ഓരോ മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നോട് ചോദിക്കാൻ തന്നെ കാരണം ഇന്നിപ്പോൾ നിങ്ങൾ ഈ മറ്റേ ആ പാമ്പിനോട്ട് കടിച്ച അങ്ങനത്തെ കൊന്ന കേസുള്ള കാരണം കൊണ്ടാണ്. അതേ കേസ് ഒരു 4-5 കൊല്ലം മുമ്പാണെങ്കിൽ ഒരു പത്രവാർത്തയിൽ ചെറിയൊരു കട്ടിൽ ഒടുങ്ങി പോയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്ന് എല്ലാവരും അത് നോക്കി അതിനെക്കുറിച്ച് ഇങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാൻ പോകുന്നവർക്കും ബ്രേക്കപ്പ് അടിച്ചിരിക്കുന്നവർക്കും എന്താണ് ഒരു മെസ്സേജ് പ്രണയത്തെ പറ്റി കൊടുക്കാൻ പറഞ്ഞ താങ്കൾ ചെയ്യുക? ആ ഉള്ളവർക്ക് ഉള്ള പോലെ ഇല്ലാത്തവരില്ലാത്ത പോലെ കരവാലുണ്ട്. കുറച്ചാൽ കഴിയുമ്പോൾ വെറുതെ ഇങ്ങനെ ആലോചിക്കും, പിന്നെ വെറുതെ നമുക്ക് ആവശ്യമില്ലത്. ഇപ്പോൾ ഒരാൾ പ്രേമിച്ച് കഴിഞ്ഞാൽ അയാളുടെ ഫാമിലി ഇപ്പോൾ അയാളുടെ ഫണ്ടാവില്ല എന്തായാലും. പിന്നെ ഇപ്പോൾ പണിക്ക് പോയിട്ട് ഒരാൾ പ്രേമിച്ചു, ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓൻ്റെ റീചാർജ്, പിന്നെ ഓളെ വിളിക്കണം, രാത്രിക്കത്തെ ഉറക്കം, ഇതൊക്കെ പോകും. വെറുതെ നമുക്ക് ആ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ നടക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നടന്നു പോകും. അല്ലാണ്ട് ഇപ്പോൾ മറ്റേത് അപ്പോൾ ലവിൻ്റെ ഓരോ ഏതാണ് ആയിരത്തിലെ കാഴ്ചപ്പാട് മാറല്ലോ. എനിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ അച്ഛൻ്റെ വണ്ടിനാണ് ഇപ്പോൾ ഞാൻ അവിടെ പഠിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഒരാളെ പ്രേമിച്ച് കഴിഞ്ഞാൽ ഓൾക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനൊക്കെ ആയിട്ട് എൻ്റെ ഫണ്ട് ഞാൻ ചിലവാക്കേണ്ടി വരും. ഫണ്ട് ഉണ്ടെങ്കിൽ ആദ്യം പണിക്ക് പോകണം. പണിക്ക് കാരണം ചില്ലറന്നല്ല, ആകെ 2 ശനി ഞായർ കിട്ടണം. അതിൽ പിന്നെ പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ഓളെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ മാറി പ്രേമിക്കാൻ അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. നമുക്ക് അതൊന്നും പറ്റില്ല. ചില്ലായിട്ട് ഇപ്പോൾ പോണ പോലെ പോവാം. പ്രണയത്തെ പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ല. എങ്ങനെയാണ് ഈ സിംഗിൾസിന്റെ ഒരു വാലന്റൈൻസ് ഡേ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ? അതെനിക്കറിയില്ല. നമ്മളെ എഴുന്നേക്കണു, സ്ഥിരമുള്ള പോലെ ഫുഡ് കഴിക്കണൊക്കെ എടുക്കണു ഉച്ചക്ക്, എന്നിട്ട് വീട്ടും പിറ്റേ ദിവസം എഴുന്നേക്കണു. ആ ഡേ സ്കിപ്പ് ചെയ്യണു മൊത്തത്തില്. പ്രണയിക്കുന്നവർക്ക് പ്രണയിക്കാൻ പോകുന്നവർക്ക് ഒരു മെസ്സേജ് നൽകാൻ പറഞ്ഞ എന്തായിരിക്കും കൊടുക്കാം? എന്താ കൊടുക്കാന്നാ? അവരാഘോഷിച്ചോട്ടെ, ആഘോഷിക്കട്ടെ അല്ലേ? അവരാഘോഷിച്ചോട്ടെ.